എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിത മഹേശ്വരൻ. ഇന്ന് ശ്രീകൃഷ്ണവിലാസ മഹാകാവ്യത്തിൻ്റെ 8ാമത്തെ സർഗത്തിലെ 21, 22, 23 എന്നീ ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 3 ശ്ലോകങ്ങളിലും അനുഷ്ടുപ്പ് വൃത്താണ്. കംസൻ നാരദനോട് തൻ്റെ ഉള്ളിലുള്ളതായ ആവലാതികൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 21ാമത്തെ ശ്ലോകം നോക്കാം. അജാതബലയോഗസ്യ ജാതമാത്രസ്യ ശാർഗിണ നിഗ്രഹായ മയാ തസ്യ പ്രേഷിത ബഹവോ ഭടാ. പദച്ഛേദം പറയാം. അജാതബലയോഗസ്യ ജാതമാത്രസ്യ ശാർഗിണ നിഗ്രഹായ മയാ തസ്യ പ്രേഷിതാഃ ബഹവ ഭടാഃ. പദച്ഛേദം എന്നൊന്നും ഇതിൽ പറയാനില്ല. സംസ്കൃതത്തിൽ അജാതബലയോഗസ്യ എന്നുള്ളതിന് ആ അക്ഷരത്തിൻ്റെ ഇടയിൽ യോഗയസ്യ എന്നൊരു അക്ഷരം, യാ എന്നൊരു അക്ഷരം കയറി വന്നിട്ടുണ്ട്. അതവിടെ ആവശ്യമില്ല. ചെറിയ ടൈപ്പ് ചെയ്തപ്പോൾ വന്ന തെറ്റാണ് തോന്നുന്നു. അജാതബലയോഗസ്യ എന്നാണ് വാക്ക് വരണത്. അപ്പോൾ കംസൻ നാരദനോട് പറയാണ്, ജാതമാത്രസ്യ അജാതബലയോഗസ്യ തസ്യ ശാർഗിണ നിഗ്രഹായ. അജാത ബലയോഗസ്യ ജാതമാത്രസ്യ. ജാതമാത്രസ്യ എന്ന് പറഞ്ഞാൽ ജനിച്ചിട്ടേ ഉള്ളൂ, ജനിച്ചിട്ട് അധികമൊന്നും ആയിട്ടില്ല, ജന്മമെടുത്തിട്ടേ ഉള്ളൂ. അങ്ങനെയുള്ളവനായ അജാത ബലയോഗസ്യ, ജനിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ബലമൊന്നും വന്നു തുടങ്ങിയിട്ടില്ലല്ലോ, ശരീരത്തിനൊരു ശക്തിയും ആയി തുടങ്ങിയിട്ടില്ല. ചെറിയ കുട്ടിയാണ്. മലന്ന് കിടന്ന് കൈകാലിട്ടടിച്ച് ഉറങ്ങുകയും ഉണരുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ബാലകനാണ്. അങ്ങനെയാണല്ലോ മനസ്സിൽ വിചാരിക്കുന്നത്. എവിടെയായാലും ജനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വളരെ ചെറിയ കുട്ടിയാണ്. ആ കുട്ടിക്ക് യാതൊരു ബലവും ശക്തിയും മറ്റുള്ളവരെ തോൽപ്പിക്കാനുള്ള കഴിവും ഒന്നും ആയിട്ടില്ല എന്ന് തന്നെയാണ് കംസൻ വിചാരിക്കുന്നത്. അതാണ് അജാത ബലയോഗസ്യ, ബലയോഗം നടക്കാത്തവനായ, അതായത് ശരീരത്തിന് ഒരു ശക്തിയുമായിട്ടില്ല, ജനിച്ച മാത്രയിലുള്ള കുട്ടി വളരെ ദുർബലനാണല്ലോ. അങ്ങനെയുള്ള തസ്യ ശാർഗിണ, ആ ശാർഗിയുടെ, ചെറിയൊരു കുട്ടിയായിട്ട് ജനിക്കുമ്പോൾ ഈ വലിയ ഭഗവാനായാലും ചെറിയ കുട്ടിയാകുമ്പോൾ ആ ചെറുപ്പം, കുട്ടികളുടെ ഒരു ശക്തിയില്ലായ്മ ഒക്കെ വരുമല്ലോ. അങ്ങനെയൊക്കെ ആണെങ്കിലും, അതായത് കുട്ടിയായിട്ടാണ് ജനിച്ചിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ശാർഗി ആയാലും ഭഗവാനായാലും ബലമൊന്നും വരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടിയിട്ട് നിഗ്രഹായ തസ്യ ശാർഗിണ നിഗ്രഹായ, ആ ശാർഗിയെ, ആ ശ്രീകൃഷ്ണനെ അതല്ലെങ്കിൽ വിഷ്ണുവിനെ, മഹാവിഷ്ണുവിനെ നിഗ്രഹായ വധിക്കുന്നതിന് വേണ്ടിയിട്ട് മയാ എന്നാൽ ബഹവ ഭടാഹ പ്രേഷിതാഹ, അനവധി ഭടന്മാര് പറഞ്ഞയക്കപ്പെട്ടു. അവരെ കൊല്ലാൻ വേണ്ടിയിട്ട് എൻ്റെ രാജ്യത്തിലെ വലിയ വലിയ ശക്തിമാന്മാരായിട്ടുള്ള മന്ത്രിമാരെയോ ഭടന്മാരെയോ ഒക്കെ ഞാൻ പറഞ്ഞയച്ചു. വളരെ ശിശുവായിട്ടിരിക്കുന്ന, തൊട്ടാൽ തന്നെ അമർത്തിയൊന്ന് പിടിച്ചാൽ തന്നെ മരിച്ചു പോവാൻ തക്കവണ്ണം അത്ര മാത്രമേ ആയുസ്സായിട്ടുള്ളൂ. അങ്ങനെയുള്ള ആ കുട്ടിയെ, ശാർഗിയാണെങ്കിലും ജനിച്ചിട്ടല്ലേ ഉള്ളൂ, അപ്പോൾ തിരിച്ചൊന്നും ചെയ്യാറായിട്ടില്ല എന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ്, അത് മനസ്സിലുറച്ച് വിശ്വസിച്ചിട്ട് തന്നെയാണ് കംസൻ തൻ്റെ ഭടന്മാരെയൊക്കെ പല ദിക്കിലേക്കായിട്ട് പറഞ്ഞയച്ചത്. എവിടെയാണോ കുട്ടി ജനിച്ചതെന്നറിയില്ല. നിന്റെ അന്തകൻ ജനിച്ചിട്ടുണ്ട് എന്നുള്ളത് ദേവി മഹാമായ പറഞ്ഞതിന് ശേഷം ഈ ചെറിയ കുട്ടികളെ മുഴുവനും വധിക്കാൻ വേണ്ടിയിട്ട് ഭടന്മാരെ നാനാ ദിക്കിലേക്ക് ഞാൻ അയക്കേണ്ടായി എന്ന് കംസൻ നാരദനോട് പറയുകയാണ് ചെയ്തത്. ഇനി അടുത്ത ശ്ലോകത്തിൽ എന്താ പറയണത് നോക്കാം. 22ാമത്തെ ശ്ലോകം നോക്കൂ. ജാതഃക്വനു ജഗന്നാഥോ ഗതൈർവാ കിമകാരിതൈഃ ഇതി ജിജ്ഞാസമാനസ്യ കാലോ മേ സുമഹാനഗാത്. ആദ്യം പദച്ഛേദം പറയാം. ജാതഃ ക്വനു ജഗന്നാഥ ഗതൈഃ വാ കിം അകാരി തൈഃ ഇതി ജിജ്ഞാസമാനസ്യ കാലഃ മേ സുമഹാൻ അഗാത്. കംസന് ഉണ്ടായതായ ഒരു സംശയം, അതിനെ പറ്റിയിട്ടാണ് പറയണത്. ജഗന്നാഥ ക്വനു ജാത, ഈ ജഗന്നാഥൻ, ലോകത്തിൻ്റെ മുഴുവനും ഉടയവനായിരിക്കുന്ന ആ ഭഗവാൻ എവിടെയാണ് ജനിച്ചിട്ടുണ്ടാവുക? അതാണ് ജഗന്നാഥ ക്വനു ജാത. വളരെ വൈരുദ്ധ്യം തോന്നിക്കുന്നൊരു വാക്കാണ്. ജഗത്തിൻ്റെ മുഴുവനും നാഥനായിരിക്കുന്ന ഭഗവാൻ പിന്നെ എങ്ങനെയാണ് ജനിക്കണത്? ലോകം മുഴുവനും, ലോകത്ത് എവിടെയെങ്കിലും ജനിക്കാൻ പറ്റുമോ? ലോകം മുഴുവനും
സൃഷ്ടിച്ചത് ആ ഭഗവാനാണ്. അങ്ങനെയുള്ള ആ ജഗന്നാഥൻ എവിടെയായിരിക്കും ജനിച്ചിട്ടുണ്ടാവുക? ജഗന്നാഥ ക്വനു ജാത. ഇനി അതുമാത്രമല്ല, വാ തൈഹി ഗതൈഹി കിമകാരി. അതുമാത്രമല്ല, ഇവിടെ നിന്ന് പോയവർ, അതായത് പൂതന മുതലായിട്ടുള്ള കുറേ ഭടന്മാരെ, തൃണാവർത്തൻ, ശകടാസുരൻ, അതുപോലെ കേശി തുടങ്ങിയിട്ട് എത്രയോ ഭടന്മാരെ ഞാനിവിടെ നിന്ന് പറഞ്ഞയച്ചു. അവർക്കൊക്കെ എന്താ പറ്റിയത്? അല്ലെങ്കിൽ അവരൊക്കെ ഈ കുട്ടിയെ എന്താണ് ചെയ്തിട്ടുണ്ടാവുക? അതൊക്കെയാണ് കംസൻ്റെ ഉള്ളിൽ വന്നതായിട്ടുള്ള സംശയങ്ങൾ. ഓരോ പ്രദേശങ്ങളിൽ ചെന്നിട്ട് ഈ പൂതന മുതലായിട്ടുള്ള രാക്ഷസ ശക്തികൾ എന്തൊക്കെയാവും ചെയ്തിട്ടുണ്ടാവുക? ഓരോരുത്തരെ വധിക്കാൻ വേണ്ടിയിട്ട്, ഓരോ കുട്ടികളെയും വധിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തു കാണും? അവരൊക്കെ എവിടെയാണ് പോയത് എന്നൊക്കെയുള്ള സംശയങ്ങൾ ഇങ്ങനെ കംസൻ്റെ ഉള്ളിൽ വന്നു എന്നാണ് പറയണത്. ഇപ്രകാരം ജിജ്ഞാസമാനസ്യ മേ, ജിജ്ഞാസയുമായി വർത്തിക്കുന്നവനായ എൻ്റെ സുമഹാൻ കാല അഗാധ്. അങ്ങനെ പലതും ഓരോന്നും ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ കാലം ഞാൻ കഴിച്ചുകൂട്ടി. അതായത് ദേവി പറഞ്ഞു, നിൻ്റെ ശത്രു എവിടെയോ ജനിച്ചിട്ടുണ്ട് എന്ന്, എന്താ പറ്റണത് വെച്ചാൽ ചെയ്തോളാൻ പറഞ്ഞു. അതിനുശേഷം ബന്ധുക്കളോടും മറ്റ് സഹപ്രവർത്തകരോടും ഭടന്മാരോടും മന്ത്രിമാരോടും ഒക്കെ ചോദിച്ചപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. അതായത് ജനിച്ചിട്ട് അധികം ആയില്ലല്ലോ, ആ ബാലകനെ എങ്ങനെയെങ്കിലുമൊക്കെ വധിക്കുകയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് ഇവരെയൊക്കെ പല ദിക്കിലൊക്കെ ആയിട്ട് പറഞ്ഞയച്ചത്. എന്നിട്ട് അവർക്കൊക്കെ എന്താ സംഭവിച്ചത്? ആരും തിരിച്ചു വന്നൊന്നുമില്ല. അവർക്കൊക്കെ എന്താ സംഭവിച്ചിട്ടുണ്ടാവുക എന്നും ആലോചിച്ചുകൊണ്ട് ജിജ്ഞാസമാനസ്യ മേ, അങ്ങനെയൊക്കെയുള്ളവനായ എൻ്റെ സുമഹാൻ കാലഹ, കുറേ അധികം കാലം അങ്ങനെ പോയി. ഞാനിവിടെ നിന്ന് കുട്ടികളെ വധിക്കാൻ വേണ്ടി വിട്ടു, അവരാരും തിരിച്ചു വന്നില്ല. അവർക്കൊക്കെ എന്താ ഉണ്ടായിട്ടുണ്ടാവുക? അവരെന്താണ് ഈ കുട്ടികളെ ചെയ്തിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇതാ കുറേ കാലം ഇങ്ങനെ പോവുകയും ചെയ്തു. അതുകൊണ്ടാണ് എനിക്ക് ഈ മ്ലാനത വന്നിരിക്കുന്നത് എന്നാണ് കവി പറയണത്. അടുത്ത ശ്ലോകം കൂടി നോക്കാം. 23-ാമത്തെ ശ്ലോകം നോക്കൂ. ദൃശ്യന്തേ ബഹവശ്ചാസ്മിന്നുത്പാതാ ദാരുണാഃ പുരേ ഭവിഷ്യതി കിമിത്യദ്യമദീയം വ്യാകുലം മനഃ. പദച്ഛേദം പറയാം. ദൃശ്യന്തേ ബഹവഃ ച അസ്മിൻ ഉത്പാതാഃ ദാരുണാഃ പുരേ ഭവിഷ്യതി കിം ഇതി അദ്യ മദീയം വ്യാകുലം മനഃ. ഇവിടെ പറയുകയാണ്, ഇങ്ങനെ ഈ കാലമൊക്കെ കഴിഞ്ഞു, എന്നിട്ടും ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ്, എന്തൊക്കെയെങ്കിലും സംഭവിക്കുമോ, എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമോ എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതാണ് അസ്മിൻ പുരേ, ഈ കൊട്ടാരത്തിലെ, ഈ രാജ്യത്തിലൊട്ടാകെ തന്നെ ദാരുണാഹ ബഹവ ഉത്പാതാഹ ദൃശ്യന്തേ, അതിദാരുണങ്ങളായ, അതായത് ഭയങ്കരങ്ങളായിട്ട് സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായ ചില അവസ്ഥാന്തരങ്ങൾ, അതാണ് ദാരുണാഹ ഉത്പാതാഹ. ഉത്പാദങ്ങളെന്ന് പറഞ്ഞാൽ മുൻകൂട്ടി പറയാതെ സംഭവിക്കുന്നതായിട്ടുള്ള അവസ്ഥാന്തരങ്ങൾ. അത് നന്നാവുകയും ചെയ്യും ചീത്തയാവുകയും ചെയ്യും. ഇവിടെ ചീത്തയായിട്ടുള്ള അവസ്ഥാന്തരങ്ങളാണ്. കംസൻ അത് കണ്ട് പേടിയാവുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടാവും ഒരു രാജ്യത്ത് എന്ന് വിചാരിക്കണമെന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടുങ്കാറ്റൂതുന്നു, പേമാരി പെയ്യുന്നു, അതുപോലെ പക്ഷികളെ കൂട്ടത്തോടെ കാണുന്നു. ഇങ്ങനെയൊക്കെയുള്ള ഓരോ കാണാൻ പാടില്ലാത്ത കാഴ്ചകളെ, കേൾക്കാൻ പാടില്ലാത്ത വാർത്തകളൊക്കെ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് കംസൻ്റെ മുഖത്ത് കാണാൻ പറ്റിയത്. നാരദൻ കണ്ടത് അതാണ് എന്ന് പറയാണ്. കിം ഭവിഷ്യതി ഇതി, ഇങ്ങനെയുള്ള ഉത്പാദങ്ങൾ, ഓരോ സൂചനകൾ ഉണ്ടാവുമ്പോൾ ഭാവിയിൽ എന്താണ് ഉണ്ടാവാൻ പോണത് എന്ന്. കിം ഭവിഷ്യതി ഇതി അദ്യ, ഇപ്പോൾ മദീയം മനഃ വ്യാകുലം, എൻ്റെ മനസ്സ് വല്ലാതെ വ്യാകുലപ്പെട്ടിരിക്കുകയാണ്. ഇതൊന്നും നല്ല ലക്ഷണങ്ങളല്ല, എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഭാവിയിൽ വരാൻ പോകുന്നുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണ് ഇത്തരത്തിലുള്ള ഉത്പാദങ്ങളെ കൊണ്ട് കാണിച്ചു തരുന്നത്. അത് ആലോചിച്ചിട്ടുള്ള പേടിയാണ് എൻ്റെ മുഖത്ത് കാണുന്നത്. ഞാൻ വളരെ പണിപ്പെട്ടതൊക്കെ ഒതുക്കി വയ്ക്കുന്നുണ്ടെങ്കിലും നാരദനെ പോലെയുള്ള മഹാബുദ്ധിമാന്മാർക്ക് കാണുമ്പോഴേക്കും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ കംസൻ ആ രാജ്യത്തുള്ളതായിട്ടുള്ള ദുഃഖങ്ങളെ പറ്റിയിട്ടും ദുരിതങ്ങളെ പറ്റിയിട്ടും പണ്ട് തനിക്ക് സംഭവിച്ചതായ ചില ഭയങ്കര തെറ്റുകളെ പറ്റിയിട്ടുമൊക്കെ പറയുകയാണ് ചെയ്തത്. നമുക്ക് 3 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലി നോക്കാം. അജാതബലയോഗസ്യ ജാതമാത്രസ്യ ശാർഗിണ നിഗ്രഹായ മയാ തസ്യ പ്രേഷിതാഃ ബഹവോ ഭടാ ജാതഃ ക്വനു ജഗന്നാഥോ ഗതൈർവാ കിമകാരിതൈഃ
ഇതി ജിജ്ഞാസമാനസ്യ കാലോ മേ സുമഹാനഗാത് ദൃശ്യന്തേ ബഹവശ്ചസ്മിന്നുത്പാതാഃ ദാരുണാഃ പുരേ ഭവിഷ്യതി കിമിത്യദ്യ മദീയം വ്യാകുലം മനഃ. അതാണ് കിം ഭവിഷ്യതി ഇതി അദ്യ മദീയം മനഃ വ്യാകുലം. വരാൻ പോണ കാലത്ത് എന്തൊക്കെയോ ആപത്തുകൾ വരാൻ പോകുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ മനസ്സ് വല്ലാതെ ആകുലപ്പെട്ടിരിക്കുകയാണ് എന്നാണ് കംസൻ നാരദനോട് പറയണത്. ഇനിയൊരു ശ്ലോകം കൂടി, 24ാമത്തെ ഒരു ശ്ലോകം കൂടി കംസൻ നാരദനോട് പറയണതുണ്ട്. അതിനുശേഷം നാരദൻ കംസനോട് പറയണ വാക്കുകളാണ്. അത് അടുത്ത ദിവസം നോക്കാം. ഈ 3 ശ്ലോകങ്ങളും ഭഗവാന്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.